അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നാം പഠിക്കുവാൻ തുടങ്ങുന്നത് 68-ാം സങ്കീർത്തനമാണ്. ദാവീദാണ് ഈ സങ്കീർത്തനം എഴുതിയതെന്ന് ഹെഡിങ്ങിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സിയോൻ മലയിൽ ദാവീദ് ദൈവത്തിൻ്റെ പെട്ടകത്തിനായി ഒരുക്കിയിരുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുവാനായി ഓബേദെദോമിൻ്റെ ഭവനത്തിൽ നിന്നും പെട്ടകം എടുക്കുന്ന സമയത്ത് പാടിയ ഒരു സങ്കീർത്തനമാണ് 68-ാം സങ്കീർത്തനം എന്ന് പൊതു അഭിപ്രായം ഉണ്ട്. സംഖ്യാപുസ്തകം 10-ാം അധ്യായം 35-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: പെട്ടകം പുറപ്പെടുമ്പോൾ മോശ, യഹോവേ എഴുന്നേൽക്കണമേ, നിൻ്റെ ശത്രുക്കൾ ചിതറുകയും നിന്നെ പകയ്ക്കുന്നവർ നിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോവുകയും ചെയ്യട്ടെ എന്ന് പറയും. ഈ വാക്യത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കാം 68-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു, അവനെ പകയ്ക്കുന്നവരും അവൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു എന്ന് ദാവീദ് എഴുതിയത്. എപ്പോഴെല്ലാം ദൈവം എഴുന്നേറ്റിട്ടുണ്ടോ അപ്പോഴെല്ലാം ദൈവത്തിൻ്റെ ശത്രുക്കൾ ചിതറിപ്പോയിട്ടുണ്ട്. 430 സംവത്സരക്കാലം മിസ്രയീമ്യരുടെ അടിമകളായി കഷ്ടപ്പെട്ട ജനത്തിൻ്റെ രക്ഷയ്ക്കായി ഇറങ്ങി വന്ന യഹോവ മോശ മുഖാന്തരം 10 ശക്തമായ ബാധകൾ മിസ്രയീമിൽ വരുത്തുകയും 10-ാം ബാധയായ മിസ്രയീമ്യരുടെ ആദിജാതന്മാരെയെല്ലാം സംഹരിച്ചു കൊണ്ടുള്ള ശിക്ഷ കൊടുത്തത് മൂലം മിസ്രയീമ്യർ ഇസ്രയേൽ മക്കളെ വിട്ടയക്കുകയും അശക്തരും ബലഹീനരുമായ ഇസ്രയേൽ മക്കളെ ദൈവം മിസ്രയീമ്യരുടെ കയ്യിൽ നിന്നും രക്ഷിച്ച മരുഭൂമിയിൽ എത്തിക്കുകയും ചെയ്തു. ചെങ്കടലിൻ്റെ മുമ്പിൽ എത്തിയപ്പോൾ ഇസ്രയേൽ മക്കളുടെ വഴി ചെങ്കടൽ മൂലം അടഞ്ഞെങ്കിലും ദൈവം അവർക്ക് ചെങ്കടലിൽ വിശാലമായ ചെങ്കൽപാത ഒരുക്കി കൊടുത്തു. മിസ്രയീം ജനങ്ങളുടെ പട്ടാളക്കാർ ചെങ്കടലിലേക്ക് ഇസ്രയേൽ മക്കളെ നശിപ്പിക്കുവാനായി ഇറങ്ങിയപ്പോൾ ദൈവം ഇസ്രയേൽ മക്കൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 23-ഉം 24-ഉം വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഫറവോൻ്റെ കുതിരകളും രഥങ്ങളുമെല്ലാം ഇസ്രയേൽ മക്കളുടെ പിന്നാലെ കടലിൻ്റെ നടുവിലേക്ക് ചെന്നു. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘസ്തംഭത്തിൽ നിന്ന് മിസ്രയീമ്യ സൈന്യത്തെ നോക്കി. മിസ്രയീമ്യ സൈന്യത്തെ താറുമാറാക്കി, അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി. അതുകൊണ്ട് മിസ്രയീമ്യർ, നാം ഇസ്രയേലിനെ വിട്ട് ഓടിപ്പോക, യഹോവ അവർക്ക് വേണ്ടി മിസ്രയീമ്യരോട് യുദ്ധം ചെയ്യുന്നുവെന്ന് പറഞ്ഞു. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടത്. തൻ്റെ ജനമായി ഇസ്രയേൽ മക്കളെ അകാരണമായി കഷ്ടപ്പെടുത്തിയ ഫറവോനെയും സൈന്യത്തെയും തകർക്കുവാൻ അഗ്നിമേഘസ്തംഭത്തിൽ നിന്ന് മിസ്രയീമ്യ സൈന്യത്തെ നോക്കിയപ്പോൾ ദൈവത്തിൻ്റെ ശത്രുക്കൾ ചിതറുകയും ദൈവജനം രക്ഷ പ്രാപിക്കുകയും ചെയ്തു. നാം പഴയ നിയമത്തിലെ ചില വാക്യങ്ങളാണ് ഇപ്പോൾ കേട്ടത്. എന്നാൽ പുതിയ നിയമത്തിൽ യഹോവയായ കർത്താവ് യേശു എന്ന പേരിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടതിന് ശേഷം ദൈവമാരെയും പഴയ നിയമത്തിലെ പോലെ സംഹരിക്കുന്നില്ല. കാരണം ഇത് കൃപായുഗമാണ്. ആരും നശിച്ചു പോകാതെ എല്ലാവരും ജീവരക്ഷ പ്രാപിക്കണമെന്ന് വെച്ച് സകല ജനത്തോടും കരുണ കാണിക്കുന്നു. അതിന് തെളിവാണ് അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം 59-ഉം 60-ഉം വാക്യങ്ങളിൽ, കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തേഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. സ്തേഫാനോസോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായ സ്വർഗ്ഗത്തേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. സ്തേഫാനോസിനെ കല്ലെറിയുന്നത് കണ്ട യേശു എഴുന്നേറ്റ് നിൽക്കുകയാണ്. അതിനുശേഷം നാം യേശുവിനെ കാണുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 3-ാം വാക്യത്തിലാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ ശൗൽ എന്ന ഒരു യവനക്കാരനെ കാണുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇതേ യവനക്കാരനെ കണ്ടിരുന്നു. സ്തേഫാനോസിനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു എന്നാണ് അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ ശൗൽ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതൻ്റെ അടുക്കൽ ചെന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദമസ്കോസിൽ യേശുവിൻ്റെ ശിഷ്യന്മാരായ വല്ല പുരുഷന്മാരോ സ്ത്രീകളോ ഉണ്ടെങ്കിൽ അവരെ പിടിച്ചു കെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരത്തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ശൗൽ പ്രയാണം ചെയ്ത് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്ന് സൂര്യനെ വെല്ലുന്ന ഒരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തെന്ന് തന്നോട് പറയുന്നൊരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് ശൗൽ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ എന്ന് അവൻ പറഞ്ഞു.
സ്വർഗത്തിലേക്ക് നോക്കിയ സ്തേഫാനോസ് യേശു എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടെങ്കിൽ ആ യേശു ഇപ്പോൾ അവന് കല്ലെറിയുവാൻ കൽപ്പനയിട്ട് ശൗലിൻ്റെ അടുക്കൽ വന്ന് അവനെ പിടിച്ച് ദൈവമകനാക്കി അതിന് ശേഷം മാത്രമേ ഇരുന്നുള്ളൂ. ഇതേ ശൗൽ പൗലോസ് എന്ന പേരിലും അറിയപ്പെടുന്നു. താൻ യേശുവിനാൽ പിടിക്കപ്പെട്ടതിന് ശേഷം ലേഖനങ്ങൾ എഴുതിയപ്പോൾ അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നു എന്ന് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 34-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് അപ്പോസ്തലനായ പൗലോസ് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, ദൈവം എഴുന്നേറ്റപ്പോൾ അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോയിട്ടുണ്ട്. എന്നാൽ അതേ ദൈവം കൃപായുഗമായ ഈ കാലഘട്ടത്തിൽ എഴുന്നേറ്റാൽ നിശ്ചയമായും സാത്താന്യ ശക്തികൾ ഓടിപ്പോവുകയും സാത്താൻ്റെ ബന്ധനത്തിൽ നിന്ന് ജനം രക്ഷ പ്രാപിക്കുകയും ചെയ്യും. 68-ാം സങ്കീർത്തനം 19-ാം വാക്യം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മെ എല്ലാ മേഖലകളിലും രക്ഷിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു ശക്തി കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. മനുഷ്യൻ്റെ അവസാന ആശ്രയം തങ്ങളുടെ സൃഷ്ടാവ് മാത്രമാണ്. കൃത്യമായ ആ സൃഷ്ടാവിനെ നാം തിരിച്ചറിയണമെങ്കിൽ നിശ്ചയമായും നമുക്ക് ഹൃദയശുദ്ധി ഉണ്ടായിരിക്കണമെന്ന് മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹൃദയത്തിൽ ആർക്കും എതിരെ ദോഷം ചിന്തിക്കാതെ, ബോഷ്കു പറയാതെ, ഹൃദയത്തിൽ യാതൊരുവിധ അശുദ്ധ ചിന്തകളും സൂക്ഷിക്കാതെ, കപടത ഹൃദയത്തിൽ ഇല്ലാതെ, വക്രതയും വ്യഭിചാര ചിന്തകളും ഹൃദയത്തിൽ ഇല്ലാതെ, പക, പിണക്കം എന്നിവ ഹൃദയത്തിൽ സൂക്ഷിക്കാതെ, ഹൃദയത്തിൽ അകൃത്യം കരുതാത്ത വ്യക്തിക്ക് ഹൃദയശുദ്ധി ഉണ്ടെന്ന് പറയാം. തന്നെയുമല്ല, പുരുഷൻ്റെയോ സ്ത്രീയുടെയോ ഫോട്ടോയോ വിഗ്രഹങ്ങളോ ഒന്നും ഹൃദയത്തിലോ കണ്ണിന് മുമ്പിലോ വയ്ക്കാതെ ഹൃദയത്തിൽ പാപം സൂക്ഷിക്കാത്ത വ്യക്തികളെ ഹൃദയശുദ്ധിയുള്ളവർ എന്ന് പറയാം. ഇങ്ങനെയുള്ളവർ ദൈവത്തെ കാണും എന്നാണ് യേശു പറഞ്ഞത്. അങ്ങനെയുള്ള വ്യക്തികളെ നിത്യമരണമായ ഗന്ധകം കത്തുന്ന തീ പൊയ്കയിൽ നിന്നും രക്ഷിച്ച് വിടുവിക്കുന്നവനാണ് നമ്മുടെ രക്ഷയാം ദൈവം, അഥവാ നമ്മെ രക്ഷിക്കുന്നവനായ നമ്മുടെ സൃഷ്ടാവ്. പാപത്തിൽ നിന്നും, ക്ഷാമത്തിൽ നിന്നും, രോഗത്തിൽ നിന്നും, ശത്രുഭയത്തിൽ നിന്നും, ഭാവിയെക്കുറിച്ചുള്ള ചിന്താകുലത്തിൽ നിന്നും എല്ലാം രക്ഷിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ടാണ് അവനെ നമ്മുടെ രക്ഷയാം ദൈവം എന്ന് പറയുന്നത് തന്നെ. ഇവൻ നമുക്ക് ചെയ്യുന്ന പ്രവൃത്തികൾ അനവധിയാണ്. ഇവൻ നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നു. അതുകൊണ്ടാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും ഇട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്ന് ദൈവാത്മാവ് പൗലോസിൽ കൂടി നമ്മോട് കൽപ്പിക്കുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 18-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാരം എന്ന വാക്ക് ഹിൻഡർ അഥവാ വെയിറ്റ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുന്നോട്ട് പോകുവാൻ കഴിയാതെ തടയിടുക, മുന്നോട്ട് നീങ്ങുവാൻ കഴിയാതെ വണ്ണം നമ്മിൽ മുന്നോട്ട് നീന്തുവാൻ കഴിയാതെ വണ്ണം നമ്മിൽ കനം വർദ്ധിപ്പിക്കുക എന്നെല്ലാം ഇതിന് അർത്ഥമുണ്ട്. അതുപോലെ തന്നെ 68-ാം സങ്കീർത്തനം 19-ാം വാക്യത്തിലെ ഭാരം എന്നത് ക്ലേശം, സങ്കടം എന്നെല്ലാമാണ് അർത്ഥം. ഏത് ഭാരമാണെങ്കിലും അത് ചുമക്കുവാനും തടസ്സങ്ങളും പ്രതിസന്ധികളും നീക്കുവാനും കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയും. അവൻ അതിന് ശക്തനാണ്. സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ ഭാരമാണോ നാം നേരിടുന്നത്? രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതിരുന്ന പത്രോസിൻ്റെ ശൂന്യമായ പടകിനെ നിറച്ച കർത്താവിനെ നമ്മെ സഹായിക്കുവാൻ കഴിയും. രോഗപീഠയാലുള്ള സങ്കടമാകുന്ന ഭാരമാണോ നാം നേരിടുന്നത്? ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് യേശു കൽപ്പിച്ചിട്ടുണ്ട്. അനേകം രോഗികളെ അവൻ സൗഖ്യമാക്കിയിട്ടുണ്ട്. ഹൃദയത്തിൽ ഏതെങ്കിലും വിഷയത്തെ ഓർത്ത് വ്യസനിക്കുന്ന വ്യക്തിയാണോ എന്നെ കേൾക്കുന്നത്? ഓർക്കുക, യേശു നമുക്ക് വേണ്ടി വ്യസനപാത്രമായി തീർന്നവനാണ്. എനിക്കാരും സഹായത്തിനില്ല എന്ന് സങ്കടപ്പെടുന്ന വ്യക്തിയാണോ എന്നെ കേൾക്കുന്നത്? ഒരു സ്നേഹിതൻ പോലും യേശുവിൻ്റെ ക്രൂശിൽ ഇല്ലായിരുന്നു. എല്ലാവരും യേശുവിനെ കൈവിട്ടു. സഹായിക്കുന്നവനുണ്ടോ എന്ന് കാണുവാൻ അവൻ ചുറ്റും നോക്കി, ആരെയും കണ്ടില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യത യേശുവിന് നന്നായി മനസ്സിലാകും. കാരണം യേശു പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, യേശു നമ്മുടെ സകല ഭാരങ്ങളും ചുമക്കുവാനും നാശത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുവാനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് നമുക്ക് അവനിൽ ആശ്രയിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 36-ാം വാക്യത്തിൽ അശേർ ഗോത്രത്തിൽ ഫനുവേലിൻ്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. കന്യാപ്രായത്തിൽ അവൾ വിവാഹിതയായി വെറും 7 വർഷമാണ് ഭർത്താവിനോട് കൂടെ ജീവിച്ചത്. അവൾക്ക് മക്കളുണ്ടായതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അവൾ വിധവയായി തന്നെ ജീവിച്ചു. 84 വർഷമാണ് അവൾ വിധവയായി ജീവിച്ചത്. ഏകദേശം 25 വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നപ്പോൾ
വിധവയാകേണ്ടി വന്നവളാണ് അവൾ. ഊഹിക്കാമോ അവളുടെ സങ്കടം? യേശുവിനെ അവൾ കാണുമ്പോൾ ആ സമയത്ത് 84 വർഷത്തെ ദൈർഘ്യം അവളുടെ വിധവ കാലഘട്ടത്തിനുണ്ട്. ലോകപ്രകാരം നോക്കിയാൽ അവൾക്കൊരു വിടുതൽ ലഭിച്ചില്ല എന്നാണ് ലോകം വിധി എഴുതിയത്. എന്നാൽ അന്ന് പല പ്രമുഖന്മാരും മഹാപുരോഹിതന്മാരും ന്യായപ്രമാണത്തിലെ പണ്ഡിതന്മാരും ഉണ്ടായിരുന്നെങ്കിലും അവരാരും യേശുവിനെ തൻ്റെ പൈതൽ പ്രായത്തിൽ കണ്ടില്ല. എന്നാൽ ലോകപ്രകാരം ഭൂമിയിൽ നിന്നും ഒരു നന്മയും കിട്ടാതിരുന്ന ഹന്ന യേശു കുഞ്ഞിനെ കാണുകയും ആ പ്രായത്തിലും യേശുവിനെക്കുറിച്ച് അനേകരോട് സാക്ഷ്യം പറയുകയും ചെയ്തു. ദൈവാലയം വിട്ടുപിരിയാതെ രാവും പകലും പ്രാർത്ഥനയും ഉപവാസവും ആയി ദൈവസന്നിധിയിൽ സമയം ചിലവഴിക്കുന്ന ഒരു വ്യക്തി പോലും ദൈവമഹത്വം കാണാതിരിക്കുകയില്ല. ഹന്ന ദൈവത്തിൽ ആശ്രയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ യേശു അവളുടെ സകല സങ്കടങ്ങളും പ്രതിസന്ധികളും ചുമന്നു. ഹന്നയ്ക്ക് സങ്കടമുണ്ടായിരുന്നെങ്കിലും യേശു അത് ചുമന്നതിനാൽ അവളുടെ നാളുകൾ ചുരുക്കമായി അവൾക്ക് തോന്നി. അതെ, ദൈവവുമായി സമയം ചിലവഴിക്കുന്നവർക്ക് ജീവിത നാളുകൾ ആനന്ദ നാളുകളായി പരിണമിക്കുന്നു. നമുക്ക് ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ നിശ്ചയമായും നാം ദൈവത്തെ കാണും. സ്നേഹമാകുന്ന ദൈവത്തെ കണ്ടവനെ മറ്റുള്ളവരെ സ്നേഹിക്കാതിരിക്കുവാൻ കഴിയുകയില്ല. നാം എല്ലാവരും നമ്മെ സ്നേഹിക്കുന്ന വ്യക്തികളെ കാണുവാനും കേൾക്കുവാനും ഉത്സാഹമുള്ളവരാണ്. അതുപോലെ തന്നെ നാം യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അവനെ സ്നേഹിച്ചാൽ യേശുവിനെ കാണുവാനും യേശുവിൽ നിന്ന് കേൾക്കുവാനും നമുക്ക് എന്തെന്നില്ലാത്ത ആഗ്രഹം ഉണ്ടായിരിക്കും. നാം ദൈവസാന്നിധ്യത്തിനായി കൊതിക്കും. അങ്ങനെയുള്ള തൻ്റെ മക്കൾക്ക് വേണ്ടി അവൻ എഴുന്നേൽക്കും. ദൈവം നമുക്ക് വേണ്ടി എഴുന്നേറ്റാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തിക്കൊണ്ടല്ലാതെ അവൻ ഇരിക്കുകയില്ല. നാം എത്ര വലിയ ഭാരം ചുമക്കുന്നവനാണെങ്കിലും ആ ഭാരം നമ്മിൽ നിന്നും മേടിച്ച് യേശു തന്നെ ചുമക്കും. അതിന് നാം ചെയ്യേണ്ടത് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നുവെന്ന് ഉറപ്പ് വരുത്തുക എന്നതാണ്. കർത്താവിൻ്റെ മുഖം അന്വേഷിക്കുന്നവനെ അവൻ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. ആകയാൽ അവൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് നമുക്ക് യേശുവിൻ്റെ മുഖം അന്വേഷിക്കാം, നിത്യജീവനെ പ്രാപിക്കുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ വ്യസനത്തിലായിരിക്കുന്നെങ്കിൽ വ്യസനപാത്രമായി തീർന്ന അങ്ങ് അവരുടെ വ്യസനത്തെ മാറ്റിക്കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പ്രത്യാശയില്ലാത്തവർക്ക് പ്രത്യാശ കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. സാമ്പത്തികമായി ഞെരുങ്ങുന്നവർക്ക് അതിൽ നിന്ന് മോചനം കൊടുക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.